നമസ്കാരം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിന് മുമ്പ് നാം കൊച്ചി വിശകലനം ചെയ്ത സമയത്ത് കൊച്ചിയുടെ മേയർ ആരായിരിക്കും? അന്ന് നമ്മൾ ചോദിച്ച ചോദ്യം ഇതാണ്: ദീപ്തിയോ ദീപയോ എന്നുള്ളതായിരുന്നു. ദീപ തോറ്റുപോയി എന്നുള്ളത് അന്നത്തെ ഒരു നിരീക്ഷണത്തിന് വന്നിരിക്കുന്ന പോരായ്മ തന്നെയാണ്. ദീപ ജയിച്ചില്ല. പക്ഷേ നമ്മളന്ന് പറഞ്ഞിരുന്നു UDF ആണ് അധികാരത്തിലേക്ക് വരുന്നതെന്ന്. അങ്ങനെ UDF അധികാരത്തിൽ വന്നാൽ ദീപ്തി മേരി വർഗീസ് കൊച്ചിയുടെ മേയറാവും എന്നാണ് കരുതപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞാൽ VD സതീശനെ അടക്കമുള്ള കോൺഗ്രസിൻ്റെ പ്രമുഖമായ നേതാക്കളെല്ലാം കൊച്ചിക്കാരോട് പറഞ്ഞത് കൊച്ചിക്ക് എടുത്തു പറയാവുന്ന ഒരു നേതൃത്വം വേണമല്ലോ, ആ നേതൃത്വമാണ് ദീപ്തി മേരി വർഗീസിൻ്റെത് എന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുകയാണ് ചെയ്തത്. തെരഞ്ഞെടുപ്പ് ജയിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ കേട്ട ശബ്ദം അപശബ്ദം തന്നെയായിരുന്നു. കൊച്ചി ഒരു ക്രൈസ്തവ നഗരമാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. വളരെ മോശമായ ഒരു സമീപനമാണ്. ക്രൈസ്തവ നഗരമാണ് എന്ന് മാത്രമല്ല, ഇത് ലത്തീൻ കത്തോലിക്കിൻ്റേതാണ്. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു ചോദ്യം ഇതായിരുന്നു: ലത്തീൻ കത്തോലിക്കർക്ക് മത്സരിക്കാമായിരുന്നു, ലത്തീൻ കത്തോലിക്കർ എന്ന നിലയ്ക്ക്. എന്നിട്ട് അവർക്ക് അവരുടെ മേയറെയും സ്ഥാപിക്കാം. അവരെന്തിന് കോൺഗ്രസിൻ്റെ ബാനറിൽ മത്സരിക്കുന്നു? ലത്തീൻ കത്തോലിക്കർക്കാണ് കൊച്ചി കോർപ്പറേഷനിൽ ഭൂരിപക്ഷമെങ്കിൽ അവർ ലത്തീൻ കത്തോലിക്കരായിട്ട് മത്സരിക്കട്ടെ. അതല്ലാതെ കോൺഗ്രസിൻ്റെ ബാനറിൽ മത്സരിച്ചിട്ട് ലത്തീൻ കത്തോലിക്കിനെ കൊച്ചിയുടെ മേയറാക്കണം എന്ന് പറയുന്നത് ഇതിലൊരർത്ഥവുമില്ല. ഹൈബി ഈഡനൊക്കെ അതിനു വേണ്ടി ശക്തമായിട്ട് വാദിച്ചു എന്നുള്ളത് ശരിയാണ്. കാരണം വീണ്ടും ഹൈബി ഈഡൻ അവിടെ മത്സരിക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് ഹൈബി ഈഡൻ അങ്ങനെ വാദിച്ചത്. പക്ഷേ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ അപ്രതീക്ഷിതമായിട്ടുള്ള അട്ടിമറികളാണ് പിന്നെ നടന്നത്. ലത്തീൻ സഭയും ബിഷപ്പും ഒക്കെ ശക്തമായിട്ട് ലത്തീൻ മേയറെ ഉന്തിക്കൊണ്ടുവന്ന സമയത്താണ് അതിന് മുഴുവൻ അട്ടിമറിക്കാൻ പറ്റുന്ന കരുത്തുമായിട്ട് വേണുഗോപാൽ രംഗത്ത് വരുന്നത്. വേണുഗോപാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വേണുഗോപാലിനെ എനിക്ക് തോന്നുന്നു കോൺഗ്രസിനകത്തുള്ളവർ തന്നെ പാര വെച്ച് അയാളെ തോൽപ്പിച്ച് കളയാണ് ചെയ്യുന്നത്. ഓരോട്ടിന് തോറ്റുപോയാണ്. കഴിഞ്ഞ തവണ മേയറാകും എന്ന് പ്രതീക്ഷിക്കപ്പെട്ട വ്യക്തിയായിരുന്നു. എന്തായാലും ഈ വർഷം അദ്ദേഹത്തിൻ്റെ കരുത്ത് കാണിച്ചു. ആര് മേയറാവണം എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് വളരെ കർക്കശമായിട്ടുള്ള നിലപാടുണ്ടായിരുന്നു. അത് മിനിമോൾ തന്നെ ആകണം. അങ്ങനെയാണ് ലത്തീൻ സഭയുടെ ആഗ്രഹത്തെ തടയുകയും. എന്നാൽ സമ്പൂർണ്ണമായിട്ട് തടയാൻ പറ്റുകയില്ല. അവരെ തൃപ്തിപ്പെടുത്തേണ്ടത് കോൺഗ്രസിന് ആവശ്യമായിരുന്നു. അതുകൊണ്ട് കോൺഗ്രസ് പറഞ്ഞു 2.5 വർഷം ലത്തീൻ സഭയ്ക്ക് തരാം എന്ന് പറഞ്ഞു. വേണുഗോപാൽ ശാഠ്യം പിടിച്ചത് 2.5 വർഷം കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ആദ്യത്തെ വട്ടം അവർക്ക് അനുവദിക്കാനായിട്ട് പറ്റില്ല എന്ന് കർശനമായിട്ടുള്ള നിലപാട് അദ്ദേഹം എടുത്താണ്. കാരണം അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന ആളുകൾ എന്നുവെച്ചാൽ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് പോരിൻ്റെ ഗ്രൂപ്പ് യുദ്ധത്തിൻ്റെ മുഖമാണ് കൊച്ചിയിൽ നമ്മൾ കണ്ടത് എന്നുള്ളതാണ്. എന്തായാലും അവിടെ കിങ് മേക്കറായിട്ട് വേണുഗോപാൽ മാറുകയും വേണുഗോപാൽ തീരുമാനിച്ച സ്ഥാനാർത്ഥി അവിടെ കൊച്ചിയുടെ മേയറായി മാറുകയും ചെയ്തു എന്നുള്ളതാണ്. ഇത് നൽകുന്ന പല സൂചനകളുമുണ്ട്. വളരെ അപകടകരമായിട്ടുള്ള സൂചനകളായിട്ട് നമുക്കതിനെ കണക്കാക്കാനായിട്ട് കഴിയുള്ളൂ. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ CPMൻ്റെ മുഖത്തടിക്കുകയാണ് ചെയ്തത്. CPM ഭരണത്തിൻ്റെ സംവിധാനങ്ങൾക്കെതിരെ, അതിൻ്റെ ധാർഷ്ട്യത്തിനെതിരെ, അവരുടെ അഹങ്കാരത്തിനെതിരെ ഉള്ള വോട്ടായിട്ടാണ് ഈ വോട്ട് കുത്തപ്പെട്ടത്. അല്ലാതെ കോൺഗ്രസിൻ്റെ ഒരു അംഗീകാരമായിട്ടോ കോൺഗ്രസിൻ്റെ തരംഗമായിട്ടോ UDFൻ്റെ തരംഗമായിട്ടോ ചെയ്യപ്പെട്ട വോട്ടല്ല അത്. അപ്പോൾ ആൻറ്റി ഇൻകംബൻസി അല്ലെങ്കിൽ ഭരണകൂടത്തിനോടുള്ള വെറുപ്പ്, പിണറായി വിജയനോടായിട്ടുള്ള വെറുപ്പ്, അതൊക്കെ വോട്ടായി വന്ന് വീണ സമയത്ത് CPM തോറ്റുപോയി, ഇടതുപക്ഷം തോറ്റുപോയി. പകരം ജയിച്ചത് പ്രതിപക്ഷത്തിരിക്കുന്നതായ UDF ആണ്. അതുകൊണ്ടാണ് UDFൻ്റേത് ഒരു തരംഗമല്ല എന്ന് വാദിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ തിരുവനന്തപുരത്തേക്ക് നോക്കൂ. നിങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം UDFൻ്റെ തരംഗമായിരുന്നു ആഞ്ഞടിച്ചിരുന്നതെങ്കിൽ തിരുവനന്തപുരത്തും UDF ജയിക്കേണ്ടതായിരുന്നു. പക്ഷേ UDF അവിടെ ജയിച്ചില്ല. തിരുവനന്തപുരത്തും CPMന് അടികിട്ടി, കൊച്ചിയിൽ അടികിട്ടി, കോഴിക്കോട് അടികിട്ടി, എല്ലാ സ്ഥലത്തും അടികിട്ടി. പക്ഷേ തൃശ്ശൂർ അതിശക്തമായിട്ടുള്ള അടി. ഈ അടിയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇടതുപക്ഷം തോറ്റുപോയി. പക്ഷെ പകരം ജയിച്ചത് ആരാണ്?
ഓരോ കോർപ്പറേഷനും ആരാണോ പ്രതിപക്ഷത്തേക്ക് വരാനായിട്ട് ശക്തി കാണിച്ചിട്ടുള്ളത് അവരാണ് എല്ലാ സ്ഥലത്തും ജയിച്ചത്. കൊച്ചിയിൽ തീർച്ചയായിട്ടും UDF ആണ്. BJPക്ക് യാതൊരു സാധ്യത ഇല്ല എന്ന് നമ്മളന്ന് പറഞ്ഞിരുന്നതാണ്. ആ സാധ്യത എന്ന് പറയുന്നത് 2 വർദ്ധിക്കുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അത് 2 വർദ്ധിച്ചു എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ മാക്സിമം സാധ്യത. ഇതിനപ്പുറത്തേക്ക് BJPക്ക് ഇനി കൊച്ചിൻ കോർപ്പറേഷനിലെ സീറ്റ് കിട്ടാനായിട്ടുള്ള സാധ്യത വളരെ കാലത്തിന് ശേഷം മാത്രം സാധ്യമായിത്തീരും. അപ്പോൾ അങ്ങനെ ഭരണവിരുദ്ധ വികാരം അതിശക്തമായിട്ട് ആഞ്ഞടിച്ച സമയത്ത് പ്രതിപക്ഷത്ത് നിൽക്കുന്ന കക്ഷികളാരാണോ അവർ വിജയിക്കുന്നു എന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് UDF പ്രതിപക്ഷത്തില്ല, പ്രതിപക്ഷത്തിൻ്റെ താഴെയാണ് അവരുടെ സ്ഥാനം. അതുകൊണ്ട് പ്രതിപക്ഷത്തായിരുന്ന BJP അവിടെ ഭരണത്തിലെത്തി. 20 സീറ്റ്, അത് നമ്മൾ ഏതാണ്ട് പറഞ്ഞിരുന്നതാണ്. 19 സീറ്റ് ലഭിച്ച് 20 സീറ്റ് വരെ കിട്ടാം എന്നാണ് പറഞ്ഞത്. ആ സീറ്റിൽ വരുത്തി അവിടെ നിന്നുപോയി. അവർക്ക് മുന്നോട്ട് ചലിക്കാനായിട്ട് പറ്റിയില്ല. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആഞ്ഞടിച്ചത് UDF തരംഗമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് തിരുവനന്തപുരത്ത് ആ തരംഗം നമുക്ക് കാണാൻ കഴിഞ്ഞില്ല എന്നുള്ള ചോദ്യം വരികയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് UDF തരംഗമല്ല, ഇടതുപക്ഷത്തിനോടുള്ള അടങ്ങാത്ത വെറുപ്പിൻ്റെ പ്രകടനമായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ പ്രതിപക്ഷം ജയിച്ചു വന്നു. അങ്ങനെ ജയിച്ചു വരുമ്പോൾ നിങ്ങളിങ്ങനെ ജാതിയുടെ പേരിൽ വാശി പിടിക്കുകയും അധികാരത്തിന് വേണ്ടി ആർത്തി കാണിക്കുകയും ചെയ്യുന്നത് ശരിയാണോ എന്ന ആളുകൾ ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൊച്ചിക്ക് സംഭവിച്ചൊരു പ്രശ്നം അതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവിടെ തീർച്ചയായിട്ടും ദീപ്തി മേരി വർഗീസിനെ തന്നെയാണ് മേയറാക്കേണ്ടിയിരുന്നത്. കാരണം തിരഞ്ഞെടുപ്പിന് മുമ്പ് അങ്ങനത്തെ ഒരു മെസ്സേജാണ് കൊച്ചിയിൽ കോൺഗ്രസും UDFും നൽകിയിരുന്നത്. പക്ഷേ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വന്നപ്പോൾ അത് മാറ്റാനായിട്ട് ശക്തമായിട്ടുള്ള ആഹ്വാനം വന്നത് സഭയുടെ ഭാഗത്തുനിന്ന്. അങ്ങനെ സഭ കോൺഗ്രസിൻ്റെ മേയറെ തീരുമാനിക്കാൻ തുടങ്ങിയാൽ കോൺഗ്രസിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് പരിതാപകരം തന്നെയായിരിക്കും. നമ്മുടെ ഈ വീഡിയോയിൽ പലർക്കും സംശയം തോന്നാവുന്നൊരു കാര്യമുണ്ട്. കൊച്ചിയിലെ മേയറെ തീരുമാനിച്ചത് വേണുഗോപാൽ ആണ് എന്ന് പറയുമ്പോൾ അത് KC വേണുഗോപാലാണോ എന്ന് പലരും സംശയിക്കാൻ സാധ്യതയുണ്ട്. അത് KC അല്ല, N വേണുഗോപാലാണ്. N വേണുഗോപാലിനെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അട്ടിമറിച്ചത് ചതിയുടെ ഭാഗമായിട്ടാണെന്ന് വിശ്വസിക്കുന്ന പലരുമുണ്ട്, വേണുഗോപാൽ അടക്കം. പക്ഷേ ഈ വർഷം മേയർ തീരുമാനിക്കാനായിട്ടുള്ള ചുമതല അദ്ദേഹത്തിന് കിട്ടിയെന്നുള്ളതാണ്. അങ്ങനെ കിട്ടിയ സമയത്താണ് അദ്ദേഹം വളരെ കർക്കശമായിട്ടുള്ള നിലപാട്, തൻ്റെ കൂടെ നിന്നിട്ടുള്ള തന്നെ ചതിക്കാത്ത ആളുകൾക്കൊപ്പം നിൽക്കാൻ അദ്ദേഹം തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് N വേണുഗോപാലിൻ്റെ തീരുമാനം അംഗീകരിക്കാനായിട്ട് കോൺഗ്രസ് നേതൃത്വത്തിന് മറ്റ് നിവൃത്തികളുമില്ലാത്തൊരു സാഹചര്യം വന്നു. എന്നുവെച്ചാൽ N വേണുഗോപാൽ പറയുന്ന അവർക്ക് കേൾക്കേണ്ടി വന്നു. അങ്ങനെയാണ് കൊച്ചിയുടെ മേയർ ഇങ്ങനെയായത്.